ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ സെപ്റ്റംബർ മാസം. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കേ, നിങ്ങളുടെ സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ നമ്മള് അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ളതും അല്ലെങ്കിൽ ഒരു ഒരു കാര്യങ്ങൾക്ക് ലീഡ് ചെയ്ത് പ്രവർത്തിക്കാനും പല കാര്യങ്ങളും ആവശ്യ സമയത്ത് പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഉപദേശിക്കാനും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് കാണുന്ന ആളുകൾ. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ, ഒരു മെച്യൂരിറ്റി ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും പോയി ചാടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ അതിൻ്റെ അകത്ത് പോയി ചാടുകയാണ്. അതിൻ്റെ അകത്തൊരു പക്വതയില്ലാത്ത കുറച്ച് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ പക്വതയില്ലാത്ത കുറച്ച് പെരുമാറ്റങ്ങൾ പെരുമാറുന്നു. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ വളരെ വളരെ നല്ലൊരു രീതിയിൽ ഒരു സന്തോഷത്തിൽ സമാധാനത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഒരു ജീവിതം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും കുടുംബത്തില് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പാരൻസിന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ കുറെ നാളായിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആളുകൾ, രക്തബന്ധം ആ ആളുകളുമായിട്ടുള്ള ഒരു കൂടിച്ചേരല്, അവരെ കാണാനുള്ള കാര്യങ്ങള്, അവരുടെ കൂടെയുള്ള നിമിഷങ്ങൾ, അവരുമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിൻ്റെ അകത്തുണ്ട്. പക്ഷെ അത് ഒരു കൂടിച്ചേരൽ വരുമ്പോ എപ്പോഴും ഒരു സന്തോഷമാണ്. ഒരു കൂടിച്ചേരലുകൾ ഒരു അല്ലാന്നുണ്ടെങ്കിൽ കുറെ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവര്, അല്ലെങ്കിൽ കുറെ നാളായിട്ട് സംസാരിക്കണം, അവരോട് കൂടി ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ കാണാനുള്ള ഒരു കാര്യങ്ങള്, അങ്ങനെയുള്ളവരുടെ കൂടെ ഇരുന്ന് ഒരു ദീർഘമായിട്ടുള്ള സംസാരങ്ങള്, അവരുടെ കൂടെയുള്ള ഓരോ പരിപാടികൾ, അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, പുതിയ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ, ഇപ്പൊ കരിയർ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ, പുതിയൊരു ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യാനാകാം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്ത് പോകാനോ എന്തെങ്കിലും ഒരു പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണെന്നുണ്ടെങ്കിലോ പുതിയൊരു ജോലിക്കാണെന്നുണ്ടെങ്കിലോ പ്രൊമോഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കാണെങ്കിലും അതിന് നിങ്ങളുടെ അടുത്തോട്ട് ഒരു ന്യൂസ് വരുന്നുണ്ട്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ന്യൂസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് കേൾക്കാൻ. നിങ്ങൾ ഈ ഒരു ന്യൂസ് വരുമ്പോൾ നിങ്ങളത് ഒരു ഹാപ്പിയാണ്. ആ ഒരു കാര്യം നിങ്ങളിലോട്ട് വരുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇത്തിരി മെച്ചപ്പെട്ട രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ് വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സാമ്പത്തികമായിട്ടുള്ള ഇടപാട് കയ്യിലോട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ളതുപോലെ എന്നെയും സ്നേഹിക്കണം, ഞാനും നിങ്ങളെ സ്നേഹിക്കാം, എന്നെയും നിങ്ങൾ കെയർ ചെയ്യണം, ഞാൻ നിങ്ങളെയും കെയർ ചെയ്യാം, എന്നെയും നിങ്ങൾ പരിപാലിക്കണം, ഞാൻ നിങ്ങളെ തിരിച്ച് പരിപാലിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ മനക്കോട്ട കെട്ടി നിങ്ങളിങ്ങനെ റെഡിയായിട്ട് നിൽക്കുക.
എനിക്ക് എവിടെ ചെന്നാലും എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് വേണം. എനിക്ക് എവിടെ ചെന്നാലും ഒരു എൻ്റെ കാര്യങ്ങൾക്കൊത്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ആൾ എൻ്റെ അടുത്ത് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അവരോട് ഷെയർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പൂർണ്ണമായിട്ട് അവരെ വിശ്വസിക്കും. പൂർണ്ണമായിട്ട് അവരുടെ അടുത്ത് അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ഒരു വൈബ് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ട് അവരെ അന്തമില്ലാതെ സ്നേഹിക്കും. അത് ചിലപ്പോൾ റിലേറ്റീവിൽ ആരെങ്കിലും ആയിരിക്കാം, ഫ്രണ്ട്സിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള ആളെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് അങ്ങനത്തെ വരുന്ന ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാം, ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ കയ്യിൽ അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അത് കൊടുത്ത് സഹായിക്കാം, അങ്ങനെയൊക്കെയുള്ള മൈൻഡ് നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്നെയും അതുപോലെ ചെയ്യണം. നിങ്ങളത് പറയില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ആഗ്രഹം അതാണ്. അതെപ്പോഴും റീഡ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഇവിടെ വരാറുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനത് പറയുന്നത്. നിങ്ങൾക്കത് എക്സ്പെക്ടേഷൻ ഉണ്ട്, എനിക്കത് വേണം, ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്കൊരു ഓഫീസിൽ ചെന്ന് പുതിയതായിട്ടുള്ള ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെൻഷനാണ്, എനിക്ക് പറ്റുന്ന യോജിക്കുന്ന ഒരാളവിടെ ഉണ്ടാവോ, അല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു പഠനം കോഴ്സ് അതിന് ചേരാൻ നിൽക്കുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരാൾ അവിടെ ഉണ്ടാവോ, ആ 100 പേരുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരാൾ മതി, ആ ഒരു കാര്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരാൾ അവിടെ ഉണ്ടാവോ, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളോട് കൂടി യോജിക്കുന്ന ആളുകളോടാണെങ്കിൽ നിങ്ങളുടെ കുറെ പ്രശ്നങ്ങൾ തീരുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫോക്കസ്ഡ് ആയി പോകുമെന്നൊക്കെ നന്നായിട്ട് അറിയാം. ലല്ലല്ലാ പാടിയൊക്കെ നടക്കുമെന്ന് അറിയാം. അങ്ങനെ ലല്ലല്ലാ പാടി നടക്കണം വേണ്ടേ? അതൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ? അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പരിപാടി, വ്യക്തി. ഓക്കെ, അത് ചിലപ്പോൾ ഫ്രണ്ടിന്റെ രൂപത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിന്റെ രൂപത്തിലായിരിക്കാം, അത് ചിലപ്പോൾ ഓഫീസിലുള്ള ഏതെങ്കിലും ഒരു കൊളീഗിന്റെ രൂപത്തിലായിരിക്കാം. അങ്ങനത്തെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാള് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മള് രണ്ട് ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒന്നല്ലെങ്കിൽ ജോലിയുടെ പരമായിട്ടുള്ള കാര്യമായിരിക്കും, കരിയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 2 തരം ബന്ധമായിരിക്കാം, 2 തരം കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒന്ന് ആലോചിച്ച് മാത്രം അതിൻ്റെ അകത്ത് നിൽക്കുക. കാരണം അത് നിങ്ങളെ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടിലാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ സീക്രട്ടായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും ആ ഒരു കാര്യം സീക്രട്ടായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സീക്രട്ട് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങളത് തിരിച്ചു കൊത്തുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് പണിയുണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേടിത്തരുമോ എന്ന് ഒന്ന് ചിന്തിക്കുക. മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന പോലെ പല സെലിബ്രേഷൻസ്, ഒന്നല്ലെങ്കിൽ കല്യാണമാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉത്സവ പരിപാടിയാകാം, മംഗളകർമ്മങ്ങളായിരിക്കാം, പല സെലിബ്രേഷൻസിലും നിങ്ങൾ പങ്കെടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ, ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പോകുന്നു, വരുന്നു, നിങ്ങൾ അവിടെ പോകുന്നു, ഇവരെ കാണുന്നു, അവരെ ചെയ്യുന്നു, അവരോട് പല കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് കുറെ സമ്മാനങ്ങൾ കിട്ടുന്നു, നിങ്ങൾ അവർക്കും കുറച്ച് ഗിഫ്റ്റുകൾ കാര്യങ്ങൾ കൊടുക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആരുടെ കൂടെ ഇരുന്നാലും, ആരുടെ കൂടെ നിന്നാലും, നിങ്ങൾ ആരുടെ കൂടെ പല കാര്യങ്ങളും ഷെയർ ചെയ്താലും, സമയം സ്പെൻഡ് ചെയ്താലും, മനസ്സമാധാനപരമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോയാലും ഒരു കുഞ്ഞിക്കാട്ടൻ, ഒരു കുഞ്ഞു മുറിവ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു സാധനം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഒന്ന് ഉണങ്ങാതെ ഉള്ള ഒരു കാര്യം കിടക്കുന്നുണ്ട്. അത് നിങ്ങളെ എത്ര സന്തോഷത്തിൽ ഇരുത്തിയാലും
അതൊന്ന് പാസ്റ്റ് മെമ്മറീസ് നിങ്ങൾ തന്നെ ഇങ്ങനെ അയവിറക്കി കൊണ്ടുവരുന്നുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്യണം. മനസ്സിലായോ? കാരണം നമുക്കിപ്പോ മനസ്സമാധാനമായിട്ടുള്ള ഒരു സന്തോഷവും ഒരു ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഒരു മനസ്സമാധാനം വേണം. അതിപ്പോ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ആരുടെ കൂടെ ആണെങ്കിലും. അപ്പൊ അതൊക്കെ നിങ്ങൾക്കുണ്ട്, അതൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുവാണ്. പക്ഷെ നമ്മളുടെ ഓർമ്മകളെയും നമ്മളുടെ ചിന്തകളെയും കുറച്ചൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു കടിഞ്ഞാണിടുക. കാരണം അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. വിചാരിച്ച പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ കഴിവുള്ള, വിചാരിച്ച പല കാര്യങ്ങളും നടത്തി അത് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. പക്ഷെ വിചാരിക്കണം. ചിന്തകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും പല രീതിയിൽ, പല വിധത്തിൽ, പല പരിപാടികളും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, വരുത്താൻ അറിയാം, പല കാര്യങ്ങളും അറിയാം. പക്ഷെ ഇത്രയും കഴിവുള്ള വ്യക്തികൾ, ഇത്രയും കഴിവുള്ള ആളുകൾ ഒരു ചെറിയ ഒരു പോയിന്റ്, നിങ്ങൾക്കൊരു വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക് പോയിന്റ് എന്ന് പറയുന്ന പോലെ ഒരു ചെറിയൊരു കുഞ്ഞു കാര്യത്തിന് നിങ്ങൾ ഓവറായിട്ടുള്ള കാര്യങ്ങളാക്കും. നിങ്ങൾ മെന്റലി ഡിപ്രസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ മെന്റൽ ട്രോമ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അത് നമ്മൾ ഇപ്പൊ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഓവർ റിയാക്ഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിയിൽ വിടുക. മനസ്സിലായോ? അല്ലാതെ ഒരുപാട് ഓവറായിട്ടുള്ള കാര്യങ്ങൾ ആക്കിയെടുക്കരുത്. പിന്നെ അത് കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഈശേ ഇതാണോ, ഇതിനെപ്പറ്റി ഞാൻ ഇത്രയും വിഷമിച്ചല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് ചെറിയ കാര്യങ്ങൾ ആ ചെറിയ രീതിയിൽ മാത്രം അങ്ങോട്ട് വിടുക. അതിന് ഓവറായിട്ട് നമ്മൾ അതിനെ ഓവർ തിങ്ക് ചെയ്ത് ബുദ്ധിമുട്ടിലാക്കണ്ട. കാരണം നല്ല നല്ല ദിവസങ്ങൾ ഓവർ തിങ്കിങ്ങിന്റെ പേരിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകളുടെ പേരിൽ നല്ല നല്ല ദിവസങ്ങൾ, നല്ല നല്ല ആഘോഷങ്ങൾ, നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ആ ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ കളഞ്ഞു കുളിക്കരുത്. ആഘോഷിക്കാനുള്ള കാര്യങ്ങൾ എന്നും ആഘോഷിക്കുക, ആഘോഷിക്കാനുള്ളവരുടെ കൂടെ ആഘോഷിക്കുക. അപ്പൊ നമ്മൾ മുഖേന വേറൊരാൾക്കും, ഇപ്പൊ നമ്മളുടെ കൂടെ ഒരു സമയം ഒരാൾ സ്പെൻഡ് ചെയ്യാൻ വന്നത്, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അപ്പൊ നമ്മളെയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ആ വിഷമം ഉണ്ടെന്നും പറഞ്ഞാൽ അത് അവർക്കും ആ നമ്മുടെ നെഗറ്റീവ് എനർജി അങ്ങോട്ട് പാസ് ചെയ്യരുത്. ഇവിടെ അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടത് സമ്പത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ആരോഗ്യം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള നിമിഷങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ നിങ്ങളുടെ ചിന്തകൾ കുറച്ചൊന്ന് കടിഞ്ഞാണിടുക. ഓവറായിട്ട് ഒരു കാര്യത്തിനും റിയാക്ഷൻ കൊടുക്കാതിരിക്കുക, ഓവറായിട്ട് ചിന്തിക്കാതിരിക്കുക, ഓവറായിട്ട് പല കാര്യങ്ങൾ, അതായത് ദേഷ്യപ്പെടാതിരിക്കുക, ഓവറായിട്ട് എന്താണ് ഒരു ചെറിയൊരു കുഞ്ഞു കാര്യത്തിന്, ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ ഒരു തലവേദനക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ എന്താണ് കാണിക്കുന്നത്? തലവേദന പല രീതിയിൽ വരൂലേ? നിങ്ങൾക്ക് അത് തന്നെയാണ് എന്നല്ലേ ഗൂഗിള് കാണിക്കുള്ളൂ. നിങ്ങൾക്ക് ഇത് തന്നെയാണ് തലവേദന. ടെൻഷൻ അടിച്ച് തലവേദന വരും, സൈനസൈറ്റിസിന്റെ പെയിൻ വരും, കഫക്കെട്ടുണ്ടെങ്കിൽ തലവേദന വരും. അങ്ങനെ പല രീതിയിലും ഉണ്ട്. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള പരിപാടിയിലോട്ട് വിടുക. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കോ, ഇങ്ങനെ ആയിരിക്കോ, എനിക്ക് മാത്രം അതാണ്, എനിക്ക് മാത്രം ഇതാണ്, അതൊക്കെ വിട്ടുകളയുക. കാരണം അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരാണ്. അപ്പൊ നമ്മളുടെ നല്ല വശങ്ങളെയും കൂടി ഒന്ന് തിരിച്ചറിയണം. നമ്മൾക്ക് നല്ല വശങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ വസ്ത്രമൊക്കെ ഉടുത്ത് നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ആകർഷണം, മറ്റുള്ളവർക്ക് ഓപ്പോസിറ്റ് ജെൻഡറിന് ഒരു ആകർഷണം തോന്നുന്ന രീതിയിൽ, ഇപ്പൊ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലൊക്കെ മുണ്ടൊക്കെ മടക്കി കുത്തി, ചേച്ചിമാര് അനിയത്തിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നല്ല ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല തരുണി മണികളായിട്ടൊക്കെ ഉള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഒന്ന് കാണണം. കാരണം ഒരുപാട് ഗിഫ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിൽ അതൊരു ഗിഫ്റ്റ് തന്നെയാണ്. അത് നമ്മളതൊരു പ്രഷ്യസ് ആയിട്ട് തന്നെ കാണണം. എനിക്ക് ഇതാണോ കിട്ടിയത് എന്നുള്ള രീതിയിലല്ലാതെ അത് കിട്ടാത്ത ഒരുപാട് ആളുകൾ ഈ ലോകത്തില്ലേ. അപ്പൊ അതൊക്കെ നമ്മളൊന്ന്
കാണണം. നമ്മുടെ കണ്ണില് പല ഗുണങ്ങളും നിങ്ങൾക്കുള്ള പല ഗുണങ്ങളും നിങ്ങളിലോട്ട് പ്രപഞ്ചം തരുന്ന പല ഗുണങ്ങളും കാണാതെ നിങ്ങൾക്ക് എപ്പോഴോ നഷ്ടപ്പെട്ട, എപ്പോഴോ ഉണ്ടായ ഒരു ദുരനുഭവത്തിനെ പറ്റി മാത്രം ചിന്തിക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ അത് മാത്രം ഇങ്ങനെ പോയിന്റ് ചെയ്ത് മുറുകി പിടിക്കാതെ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണണം. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. ഒരു നേരം അന്നം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, വീടില്ലാത്തവരുണ്ട്, പല രീതിയിൽ പല വിധത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള ആളുകളാണ് ഇത്. നിങ്ങളിലോട്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത്. കാരണം ഒരു ട്രാവലിംഗ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂർ ട്രിപ്പ്, ആ ടൂർ ട്രിപ്പൊക്കെ നടത്താനായിട്ട്, ടൂർ ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല അടിച്ചു പൊളിച്ചു പോകുക. അല്ലാതെ അവിടെ ഇപ്പൊ കാറിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ എവിടെയെങ്കിലും ഒരു മൂലക്ക് കപ്പ വറുത്തതും ചിപ്സും ഒക്കെ കഴിച്ചോണ്ടിരിക്കാതെ അതൊക്കെ കഴിക്കാം. നമ്മൾ എൻജോയ് ചെയ്യുക. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് കിടന്ന് തുള്ളുന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മൾക്ക് അത് എപ്പോഴും മാസത്തിൽ ഒരു പ്രാവശ്യം ആണെങ്കിൽ ആ മാസത്തിൽ ഒരു പ്രാവശ്യം അത് മാക്സിമം അതിന്റെ അങ്ങേറ്റം എൻജോയ് ചെയ്യുക. മനസ്സിലായോ? ആ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ പല രീതിയിലുള്ള അഡിഷൻസ് കാണിക്കുന്നുണ്ട്. ആ അഡിഷൻസ് ഒക്കെ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കുക. അതൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കുക. ഒരുപാട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലോട്ടൊക്കെ ആകും. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കുക. കാരണം എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു ലൈഫ് തന്നെയായിരിക്കും. കാരണം നിങ്ങളത് മാനസികമായിട്ട് അട്രാക്ട് ചെയ്ത് നിങ്ങളിലോട്ട് തന്നെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ചീത്ത കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്ത് എടുക്കാതിരിക്കുക. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. കാരണം നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടിയാണ് പോകുന്നത്. ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നല്ലതും ചീത്തയും എല്ലാം നടക്കും. പക്ഷേ അത് നമ്മൾ നല്ലത് കാണാൻ ശ്രമിക്കുക. ചീത്ത കാര്യങ്ങൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓവർ റിയാക്ഷൻ കൊടുക്കാതിരിക്കുക. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. എന്താണ് പറഞ്ഞത് അതൊക്കെ തന്നെ. ഞാൻ എന്താണ് പറഞ്ഞത് അതൊക്കെ തന്നെയാണ് വരുന്നത്. നമ്മളെ ഓവർ റിയാക്ഷൻ കൊടുക്കല്ലേ കേട്ടോ. രണ്ടെണ്ണം വന്നല്ലോ. ഓക്കെ, അതായതേ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലും ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. നിങ്ങൾ വിട്ടുമാറേണ്ട സ്ഥലത്ത് നിന്നൊന്ന് വിട്ടുമാറുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട പോട്ടെ വിട്ടുകളയുക. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളതിലില്ല, കണ്ടാ മതി എന്ന് പറയുന്ന പോലെ അത് വിട്ടുകളയേണ്ട കാര്യങ്ങൾ വിട്ടുകളയുക. കാരണം നമ്മൾ പലതിൽ നിന്ന് നമ്മൾ ഒരു നിമിഷത്തെ ദേഷ്യത്തിന് പല കാര്യങ്ങളും ചെയ്താൽ നമുക്കത് ലൈഫ് ടൈം മുഴുവൻ അതിന്റെ ബുദ്ധിമുട്ടാവും. എന്താണ് പണ്ടത്തെ കാരണവന്മാർ പറയണ പോലെ ഒരു അരിശത്തിന് കിണറ്റി ചാടിയ 9 അരിശം വന്നാലും കയറാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പക്വതയില്ലാത്ത ഒരു തീരുമാനത്തിനോ പക്വതയില്ലാത്ത ഒരു ചിന്തയ്ക്കോ അല്ലെങ്കിൽ പക്വതയില്ലാത്ത ആ ഒരു പരിപാടിയിലോട്ട് പോരുത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളുകളായിരിക്കും നല്ല കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ആസ്ക് ആൻഡ് റിസീവ്, അതാണ് അത്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങളിപ്പോൾ എന്ത് ചോദിക്കുന്നോ അത് കിട്ടുന്ന ഒരു പരിപാടിയാണ്. താൻ പാതി ദൈവം പാതി. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യൂ, അതിനുള്ള ഫലം ഞാൻ തരാം എന്നാണ് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ്. കട്ട് ദ കോഡ്സ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. എന്തോരം നല്ല കാര്യങ്ങൾ ലൈഫിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണുക. എൻ്റെ ലൈഫിലോട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ വരാനുണ്ട്, എനിക്ക് ഇത്രയും സന്തോഷ കാര്യങ്ങൾ വരാനുണ്ട്, അപ്പൊ ഞാൻ ഇതൊക്കെ അനുഭവിക്കണം, അത് മാത്രം ചിന്തിക്കുക. മറ്റേതൊക്കെ പോയി പണി നോക്കാൻ പറയുക. ബ്ലെസ്സിങ്സ് ആൻഡ് അബണ്ടൻസ്, സ്പിരിച്വൽ ഗ്രോത്ത്, റൊമാൻസ് ആൻഡ് കണക്ഷൻ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വസ്ത്രങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങളുടെ അടുത്തോട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, സ്പിരിച്വൽ ഗ്രോത്ത്,
കുറച്ചും കൂടി ഒന്ന് മാനസികമായിട്ട് കുറച്ചും കൂടി ഒന്ന് പ്യൂരിഫൈ ആവുക. ചിന്തകളൊക്കെ ഒന്ന് കുറക്കുക. നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക. അല്ലാതെ രാത്രി 12 മണിക്ക് ഇരുന്നിട്ട് വെളുപ്പിന് 5 മണിക്ക് കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെ 10 മണിക്ക് എണീക്കുക. പിന്നെ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. രാത്രി മുഴുവന് കണ്ണും തുറന്നിരിക്കുക. അതൊക്കെ ഇപ്പൊ ഈ പറയുന്ന പോലെ നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറയുന്ന പോലെ സ്ലീപ്പിംഗ് ഡിസോർഡർ ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ചിന്തകളോ നമ്മളുടെ പഴയ മെമ്മറീസോ കൊണ്ടോ നമ്മളുടെ ഉറക്കത്തിനെ തടസ്സം വരുത്താതിരിക്കുക. കാരണം ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെ മെന്റലി ഫിസിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. റൊമാൻസ് ആൻഡ് കണക്ഷൻ, അതായത് നിങ്ങളുടെ അടുത്തോട്ട് പഴയ അല്ലെങ്കിൽ പുതിയ പ്രേമലു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രേമലു ആകാം, നിങ്ങൾ ഉദ്ദേശിക്കാത്ത പ്രേമലു ആകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു വിവാഹ ബന്ധ കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കല്യാണ കാര്യങ്ങളായിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചു വെച്ച എന്തെങ്കിലും ഒരു വ്യക്തിയുടെ എന്തെങ്കിലും മെസ്സേജോ കോളോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും നിമിഷങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് റീഡിംഗ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.